നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ചേർത്തലയിൽ വൻ മയക്കുമരുന്ന് വേട്ട. 100 ഗ്രാം MDMA-യുമായി ഓച്ചിറ സ്വദേശി സുഭാഷ് പിടിയിൽ. ബാംഗ്ലൂരിൽ നിന്ന് വന്ന ബസ്സിൽ നിന്നാണ് ലഹരി മരുന്ന് പിടിച്ചെടുത്തത്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. മാലിന്യമുക്ത നവകേരളം. ആലപ്പുഴ ജില്ലയെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചു. തണ്ണീർമുക്കത്ത് മന്ത്രി പി പ്രസാദാണ് പ്രഖ്യാപനം നടത്തിയത്. SNDPയുടെ നേതൃസ്ഥാനത്ത് 3 പതിറ്റാണ്ട് ചരിത്രം സൃഷ്ടിച്ച വെള്ളാപ്പള്ളി നടേശനും സംസ്ഥാന രാഷ്ട്രീയത്തിൽ തുടർഭരണത്തിലൂടെ ചരിത്രം സൃഷ്ടിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർത്തലയിൽ സംഗമിക്കുന്നു. ചേർത്തല SNDP യൂണിയൻ ഏപ്രിൽ 11-നാണ് അപൂർവമായ സംഗമം ഒരുക്കുന്നത്. സംസ്ഥാനത്തെ KSRTC ബസ്സുകളെല്ലാം 2 മാസത്തിനുള്ളിൽ ഡിജിറ്റൽ പണമിടപാടിലേക്ക് മാറും. ചില്ലറയും നോട്ടുമില്ലാതെ ഇനി KSRTC ബസ്സിൽ യാത്ര ചെയ്യാം. ചേർത്തല കാർത്യായനി ദേവീക്ഷേത്രത്തിൻ്റെ പള്ളിക്കുളം നവീകരിച്ച് നാടിന് സമർപ്പിച്ചു. മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പി പ്രസാദ് അനുവദിച്ച 1,07,00,000 രൂപ വിനിയോഗിച്ചാണ് പള്ളിക്കുളം നവീകരിച്ചത്. വാർത്തകൾ വിശദമായി. ചേർത്തലയിൽ വൻ ലഹരി വേട്ട. 100 ഗ്രാം MDMA-യുമായി യുവാവ് പിടിയിലായി. ഓച്ചിറ സ്വദേശി 40 വയസ്സുള്ള സുഭാഷാണ് പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്ന് കൊല്ലത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിലാണ് MDMA കടത്തിക്കൊണ്ടുവന്നത്. ദേശീയപാതയിൽ ചേർത്തല പോലീസ് സ്റ്റേഷന് മുന്നിലായിരുന്നു ബസ് തടഞ്ഞു നിർത്തി പരിശോധിച്ചത്. ദേശീയപാതയിൽ ചേർത്തല പോലീസ് സ്റ്റേഷന് മുന്നിൽ ശനിയാഴ്ച രാവിലെ 8:45-ഓടെയാണ് സംഭവം. ബാംഗ്ലൂരിൽ നിന്ന് കൊല്ലത്തേക്ക് പോവുകയായിരുന്ന യാത്ര എന്ന സ്വകാര്യ ബസ് തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് യാത്രക്കാരനായ ഓച്ചിറ സ്വദേശി 40 വയസ്സുള്ള സുഭാഷിൽ നിന്ന് 100 ഗ്രാം മാരക ലഹരി മരുന്നായ MDMA പിടിച്ചെടുത്തത്. രഹസ്യ വിവരത്തെ തുടർന്നാണ് ചേർത്തല പോലീസും ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് ബസ് തടഞ്ഞു നിർത്തി പരിശോധിച്ചത്. ചേർത്തല CI G അരുൺ, SI-മാരായ സുരേഷ്, മഹേഷ്, ഡാൻസ് ഓഫ് സ്ക്വാഡിലെ അനൂപ്, വിഷ്ണു, ജിതിൻ, നവാസ്, ടോണി, അഗസ്റ്റിൻ, ഗിരീഷ് ലാൽ, സിദ്ദിഖ്, ചേർത്തല പോലീസ് സ്റ്റേഷനിലെ CPO-മാർ തുടങ്ങിയവരാണ് പരിശോധന നടത്തിയത്. MDMA കൊണ്ടുവന്ന സുഭാഷ് കരുനാഗപ്പള്ളിക്കാണ് ടിക്കറ്റ് എടുത്തതെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു. ചേർത്തല ASP ഹരീഷ് ജെയിൻ, IPS, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സുനിൽകുമാർ തുടങ്ങിയവർ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. വിൻമീഡിയ ചേർത്തല. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. കളക്ടറേറ്റിന്റെ മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. പ്രതീകാത്മകമായി കഞ്ഞിക്കലവുമായി EMS സ്റ്റേഡിയത്തിന് സമീപത്തു നിന്നാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനവുമായി എത്തിയത്. പ്രവർത്തകരെ കളക്ടറേറ്റിന് മുന്നിൽ നിന്ന് പോലീസ് തടഞ്ഞു. തുടർന്ന് ചേർന്ന പ്രതിഷേധ സമരം KPCC ജനറൽ സെക്രട്ടറി A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. എന്ന് പറഞ്ഞു. ഈ നങ്കയുടെ കൈകൾ ശുദ്ധമല്ല, കറപുരണ്ടതാണ്, അഴിമതി കറപുരണ്ട കൈകളാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, താങ്കളുടെ മടിയിൽ കനവുമുണ്ട്. ആ കനം ഈ നാട്ടിലെ നികുതി പണമാണ്, പാവങ്ങളിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. നിങ്ങൾ നോക്കൂ, ആദായ നികുതി വകുപ്പ്, ഏതൊരു ആദായ നികുതി വകുപ്പിലും റിട്ടേൺ കൊടുത്തിട്ടുള്ളവരുടെ കേസുകളെ പരിശോധിക്കാറുണ്ട്. ഇവിടെ റിട്ടേൺ സമർപ്പിച്ച ഈ വീണാ വിജയന്റെയും വരുമാനം സംബന്ധിച്ചുള്ളത് പരിശോധിച്ചു വരുമ്പോഴാണ് ഈ പറയുന്ന ആദായ നികുതി വകുപ്പ് കണ്ടുപിടിക്കുന്നത് 1,72,00,000 രൂപ കരിമണൽ രാജാവായ കരിമണൽ കള്ളക്കടത്തുകാരനായ ഷാബി കാഡ് എന്ന ക്യാരക്ടറായ എന്ന് പറഞ്ഞാൽ ആ അത്തരത്തിൽ ആ ഉള്ള കുപ്രസിദ്ധയായ ഒരു വ്യവസായി
CMRL ഉടമ ശശിധരൻ കർത്തയിൽ നിന്ന് 1,72,00,000 രൂപ വാങ്ങിയിരിക്കുന്നു. ഉദ്ഘാടനത്തിന് പിന്നാലെയാണ് മുദ്രാവാക്യം മുഴക്കി പ്രധാന ഗേറ്റും മതിലും ചാടിക്കടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചത്. തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ ഉന്തുതള്ളുമുണ്ടായി. പിന്നാലെ പോലീസ് ബലം പ്രയോഗിച്ച് ഇവരെ വാഹനത്തിലേക്ക് കയറ്റുകയായിരുന്നു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബബിത ജയൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ രമാദേവി, ബിന്ദു ചന്ദ്രൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഷിത ഗോപിനാഥ്, ജില്ലാ സെക്രട്ടറി ജമീല ബീവി, ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാരായ അംബ്ലി അരവിന്ദ്, റഹ്മത്ത് എന്നിവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ്, ആലപ്പുഴ. മാലിന്യമുക്ത നവകേരളം ആലപ്പുഴ ജില്ലയെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചു. തണ്ണീർമുക്കത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി പി പ്രസാദാണ് പ്രഖ്യാപന കർമ്മം നിർവഹിച്ചത്. ആലപ്പുഴ ജില്ലയെ സമ്പൂർണ്ണ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചു. കണ്ണങ്കര പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പ്രഖ്യാപനം നിർവഹിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടാണ് ആലപ്പുഴ ജില്ല സമ്പൂർണ്ണമായി മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായുള്ള ഈ തരത്തിൽ ശുചിത്വത്തിന്റെ ഭാഗങ്ങളിൽ ചവിട്ടി എത്തിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രത്യേകതയാകുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് സന്തോഷത്തോടുകൂടി ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ഹൃദയം നിറഞ്ഞ സമ്മർദ്ദത്തോടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി നമ്മളെ മുന്നിൽ ഒരുപാട് അനുഭവങ്ങൾ. ഈ മാലിന്യങ്ങളെല്ലാം നമ്മളിപ്പോൾ പ്രഖ്യാപിച്ചു കഴിയുമ്പോഴും നാളെ വേണമെങ്കിൽ വീണ്ടും ഇതെല്ലാം പഴയ വഴി ആവാൻ വലിയ പ്രയാസവും. മനസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യത്തിനകത്ത് ഉറച്ച തീരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായി എല്ലാ കാലവും വിജയിച്ച് നിൽക്കാൻ പറ്റും. പക്ഷെ എന്നാൽ ആ മനസ്സ് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം വി പ്രിയ, കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ പുഷ്പലത, കേരള ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ ഡി മഹീന്ദ്രൻ, ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ, തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വി കെ മുകുന്ദൻ, യു എസ് സജീവ്, ഗ്രാമപഞ്ചായത്ത് അംഗം പി ജെ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച മാതൃകകളുടെ അവതരണം നവകേരളം കർമ്മ പദ്ധതി ആലപ്പുഴ ജില്ലാ കോർഡിനേറ്റർ കെ എസ് രാജേഷും, മാലിന്യ സംസ്കരണത്തിൽ KSW MP പങ്ക് എന്ന വിഷയത്തിൽ സുചിത്ര എസ് പണിക്കർ, വൃത്തി കോൺക്ലേവ് എന്ന വിഷയത്തിൽ മുഹമ്മദ് കുഞ്ഞാശാനും ക്ലാസുകൾ നയിച്ചു. അവാർഡുകളുടെ പ്രഖ്യാപനം ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ ജി ബാബു നിർവഹിച്ചു. മാലിന്യ വിമുക്ത നവകേരളം ആലപ്പുഴ ജില്ലയിൽ മികച്ച പ്രവർത്തനം നടത്തിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവാർഡ് നൽകി ആദരിച്ചു. തണ്ണീർമുക്കത്ത് ആലപ്പുഴ ജില്ലയെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത ജില്ലയായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ വെച്ചായിരുന്നു പുരസ്കാരം സമ്മാനിച്ചത്. ആലപ്പുഴ ജില്ലയെ സമ്പൂർണ്ണ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചപ്പോൾ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും മറ്റും അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. ജില്ലയിൽ കക്കൂസ് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുവാൻ അവസരമൊരുക്കിയ ചേർത്തല നഗരസഭയ്ക്കും തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്തിനും ചടങ്ങിൽ പ്രത്യേക ആദരവ് നൽകി. ഏറ്റവും മികച്ച കമ്മ്യൂണിറ്റി കമ്പോസ്റ്റ് സംവിധാനമുള്ള തദ്ദേശ സ്ഥാപനമായി ആലപ്പുഴ നഗരസഭയെയും, ഹരിത വിദ്യാലയ പദവിയിൽ മികച്ച തദ്ദേശ സ്ഥാപനങ്ങളായി മാവേലിക്കര നഗരസഭ, മികച്ച കമ്മ്യൂണിറ്റി കമ്പോസ്റ്റ് സംവിധാനമുള്ള തദ്ദേശ സ്ഥാപനമായി ആലപ്പുഴ നഗരസഭയും, ഹരിത വിദ്യാലയ പദവിയിൽ മികച്ച തദ്ദേശ സ്ഥാപനങ്ങളായി മാവേലിക്കര നഗരസഭയെയും താമരക്കുളം ഗ്രാമപഞ്ചായത്തിനും, ഹരിത കലാലയ പദവിയിൽ മികച്ച തദ്ദേശ സ്ഥാപനമായി ചെങ്ങന്നൂർ നഗരസഭയെയും, ഏറ്റവും മികച്ച ഹരിത സ്വകാര്യ സ്ഥാപനമായി മാർ ഗ്രിഗോറിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ പുന്നപ്രയെയും, മികച്ച ഹരിത വിദ്യാലയം SNRS HSS കണിച്ചുകുളങ്ങര, ഗവൺമെൻറ് HSS മണ്ണഞ്ചേരി, മികച്ച ഹരിത കോളേജ് ബിഷപ്പ് മൂർ കോളേജ് മാവേലിക്കര, ഏറ്റവും മികച്ച ഹരിത ടൗൺ ചേർത്തല നഗരസഭ മുളക്കുഴ ഗ്രാമപഞ്ചായത്തിനും എടത്വ ഗ്രാമപഞ്ചായത്തിനും, ഹരിത ടൗൺ പദ്ധതിയിൽ മികച്ച തദ്ദേശ സ്ഥാപനമായി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിനെയും, മികച്ച NSS ഗവൺമെൻറ് ITI ചെങ്ങന്നൂർ, മികച്ച ഹരിത ടൂറിസം കേന്ദ്രം വയ്യാങ്കരച്ചിറ മാവേലിക്കര താമരക്കുളം ഗ്രാമപഞ്ചായത്ത്, ഏറ്റവും മികച്ച വാതിൽപ്പടി ശേഖരമുള്ള തദ്ദേശ സ്ഥാപനം മുട്ടാർ ഗ്രാമപഞ്ചായത്ത്, ഗാർഹിക ഉറവിട ജൈവ മാലിന്യ സംസ്കരണ ഉപാധികളുള്ള തദ്ദേശ സ്ഥാപനം ചേർത്തല നഗരസഭ പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത്, ഹരിത സ്ഥാപന പദവിയിൽ ഏറ്റവും മികച്ച തദ്ദേശ സ്ഥാപനം തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത്,
കായംകുളം നഗരസഭയും. എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ച തദ്ദേശ സ്ഥാപനം മാരാരിക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്ത്. ഹരിത പൊതുസ്ഥാപന പദവിയിൽ മികച്ച തദ്ദേശ സ്ഥാപനമായി മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്തിനെയും മികച്ച CDS ആയി തൃക്കന്നുപ്പുഴ ഗ്രാമപഞ്ചായത്ത്, മികച്ച ഹരിതകർമ്മസേന കൺസോർഷ്യം ചിങ്ങോലി ഗ്രാമപഞ്ചായത്ത്, മുഴുവൻ വാർഡുകളിലും 3 വീതം MCF സ്ഥാപിച്ച തദ്ദേശ സ്ഥാപനം കോടന്തുരുത്ത് ഗ്രാമപഞ്ചായത്ത്, ഏറ്റവും മികച്ച MCF പത്തിയൂർ ഗ്രാമപഞ്ചായത്ത്, ഏറ്റവും മികച്ച RRF പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത്, ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്ത് പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത്, ഏറ്റവും മികച്ച നഗരസഭ ആലപ്പുഴ നഗരസഭ, ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്തിനെയും തിരഞ്ഞെടുത്തു. മന്ത്രി P. പ്രസാദുകളാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. SNDPയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ 11 ചേർത്തലയിൽ മഹാസംഗമം സംഘടിപ്പിക്കും. SNDPയുടെ നേതൃത്വത്തിൽ 3 പതിറ്റാണ്ട് തികയ്ക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കാനാണ് മഹാസംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ ചേർത്തലയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ 30 വർഷമായി SN ട്രസ്റ്റിൻ്റെയും SNDP യോഗത്തിൻ്റെയും മുഖ്യ കാര്യദർശിയായി പ്രവർത്തിച്ച് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും യോഗത്തെയും ട്രസ്റ്റിനെയും സംരക്ഷിച്ച് ഭാവനാസമ്പന്നമായ കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ട് വളർച്ചയുടെ ഉന്നതിയിലേക്ക് നയിക്കുന്ന വെള്ളാപ്പള്ളി നടേശന് ചേർത്തല SNDP യൂണിയൻ്റെ നേതൃത്വത്തിൽ ആദരവ് നൽകുന്നു. ഏപ്രിൽ 11 ചേർത്തല ശ്രീനാരായണ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിലാണ് മഹാസംഗമവും ആദരവും ഒരുക്കുന്നത്. ഇതിനു മുന്നോടിയായുള്ള എല്ലാ ഒരുക്കങ്ങളും നടന്നുവരുന്നതായി സംഘാടകർ ചേർത്തല SNDP യൂണിയൻ ഹാളിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നമ്മൾ ചെറിയ വിദ്യാർത്ഥി മുതൽ സാധാരണ കയർ തൊഴിലാളികൾ വരെയും പങ്കെടുപ്പിച്ചുണ്ടാക്കുന്ന വിവിധങ്ങളായ വൈവിധ്യമാർന്ന പരിപാടികളാണ് ചേർത്തല നാടും നഗരവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് ഏറ്റവും വലിയ സംഭവമാണ് ഇങ്ങനെ നടക്കുന്ന ഒരു സ്വീകരണ ചടങ്ങിനോടനുബന്ധിച്ച് യുവജനങ്ങൾ, വനിതകൾ, കായിക കലാ സാംസ്കാരിക രംഗത്തുള്ള മുഴുവൻ പേരെയാണ് ഇതിനകത്ത് നടത്തുന്ന ചടങ്ങ്. ഒരുപക്ഷെ കേരളം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. എൻ്റെ ഈ പ്രായത്തിൽ ഓർമ്മയില്ലാത്തൊരു കാര്യമാണ്. സകല മേഖലയിൽ സ്പർശിച്ചുകൊണ്ട് വോളിബോള്, ക്രിക്കറ്റ്, അതുപോലെ തന്നെ ബാസ്കറ്റ് ബോള് തുടങ്ങിയ സ്പോർട്സ് ഐറ്റങ്ങൾ, അത്ലറ്റ്സുകൾ, അതുപോലെ തന്നെയാണ് പ്രസംഗ മത്സരം, ക്വിസ് മത്സരം ഒക്കെ നടക്കുന്നത്. തിരുവാതിര, മെഗാ തിരുവാതിര, കയർപിരി മത്സരം, ഇതോടൊക്കെ അനുബന്ധിച്ചൊരു ഉത്സവ ലഹരിയിലാണ് ചേർത്തലയിലെ നാടും നഗരവും. 11-ാം തീയതി ഏവരെയും ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ എല്ലാവരും അതിലേക്ക് അണിനിരക്കാനായി, അതിലേക്ക് പങ്കുചേരുവാനായി ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. അപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി SNDP യോഗം ജനറൽ സെക്രട്ടറി ആദരിക്കുന്നു പറഞ്ഞാൽ കേരള ജനത, കേരള സമൂഹം SNDP യോഗത്തെ ആദരിക്കുക എന്നാണ്. അപ്പോൾ അത്രയും നല്ലൊരു പ്രവർത്തനമുണ്ട്. കഴിഞ്ഞ 30 വർഷമായി 3 പതിറ്റാണ്ടായി SNDP യോഗത്തെ ധീരമായി നയിച്ചുകൊണ്ടിരിക്കുന്ന, ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന SNDP യോഗത്തിന്റെ ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായ സാമൂഹിക സംഘടന ഏതാണെന്ന് SNDP യോഗം തന്നെയാണ്. ആ SNDP യോഗത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പിന്നിൽ നിൽക്കുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മഹാസംഗമത്തിന് മുന്നൊരുക്കമായി ഏപ്രിൽ 6 മുതൽ വിവിധ പരിപാടികളും വിവിധ സ്ഥലങ്ങളിൽ നടക്കും. ഏപ്രിൽ 6 വൈകിട്ട് 4 ചേർത്തല നഗരത്തിലൂടെ വിളംബരജാഥയ്ക്ക് ശിങ്കാരിമേളം അരങ്ങേറും. ചേർത്തല ഗസ്റ്റ് ഹൗസ് അങ്കണത്തിൽ നിന്ന് പുറപ്പെടുന്ന ജാഥ സ്കൂൾ മൈതാനിയിൽ സംയുക്ത മേളത്തോടെയാണ് സമാപിക്കുന്നത്. ഏപ്രിൽ 8 കളവങ്കോടം ക്ഷേത്ര മൈതാനിയിൽ വൈകുന്നേരം 4 മെഗാ തിരുവാതിരയും, ഏപ്രിൽ 7 കാർഷിക വ്യവസായ എക്സിബിഷനും, ഏപ്രിൽ 9 ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ കലാമത്സരങ്ങളും മേഖലാതല മത്സരങ്ങളും നടക്കുന്നു. ചരിത്ര പ്രദർശനങ്ങളും ഭക്ഷ്യമേളയും കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. 6 സോണുകളിലായി നടക്കുന്ന മത്സരങ്ങൾ പൂർത്തിയാക്കി 6 മുതൽ 10 വരെ പ്രധാന വേദികളിൽ പ്രസംഗം, ഉപന്യാസം, ചിത്രരചന, ദൈവദശകം ആലാപനം ഉൾപ്പെടെയുള്ള ഫൈനൽ മത്സരങ്ങളോടൊപ്പം കലാ സാംസ്കാരിക പരിപാടികളും നടക്കും. വെട്ടക്കൽ ഉദയ സ്പോർട്സ് ക്ലബ് ഗ്രൗണ്ടിൽ വോളിബോൾ മത്സരവും, വാരനാട് വാസ്കോ ഗ്രൗണ്ടിൽ ഫുട്ബോൾ മത്സരവും, പട്ടണക്കാട് ഗവൺമെൻറ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ കൗണ്ടി ക്രിക്കറ്റ് മത്സരവും നടക്കും. സമ്മേളന ദിനമായ ഏപ്രിൽ 11 വെള്ളാപ്പള്ളി നടേശനെ എക്സ്റേ കവലയിൽ നിന്ന് സമ്മേളന നഗരിയിലേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിൽ ആനയിക്കും. തുടർന്ന് നടക്കുന്ന മഹാസമ്മേളനം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് അധ്യക്ഷത വഹിക്കും. ഒരു വീട്ടിൽ ഒരു വ്യവസായം എന്ന SNDP യോഗത്തിൻ്റെ പദ്ധതി വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവും, ഗുരുദേവ സന്ദേശം മന്ത്രി VN വാസവനും, മുഖ്യ പ്രഭാഷണം മന്ത്രി സജി ചെറിയാനും നിർവഹിക്കും. സംഘടനാ സന്ദേശം SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി നിർവഹിക്കും. ചടങ്ങിൽ ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ, CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ, UDF ജില്ലാ ചെയർമാൻ TK ഷാജിമോഹൻ, BJP ജില്ലാ പ്രസിഡന്റ്
അഡ്വക്കേറ്റ് പി കെ ബിനോയ്, BDJ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PS ജ്യോതിസ് തുടങ്ങിയവരും സംസാരിക്കും. സ്വാഗതസംഘം ചെയർമാൻ KP നടരാജൻ സ്വാഗതവും ജനറൽ കൺവീനർ PD ഗഗാറിൻ നന്ദിയും പറയും. ചടങ്ങിന് SNRS അംഗം പ്രീതി നടേശൻ ഭദ്രദീപ പ്രകാശനം നടത്തും. 90 കുട്ടികൾ പങ്കെടുക്കുന്ന പീതവേഷത്തിൽ ദൈവദശക ആലാപനത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ KP നടരാജൻ, ജനറൽ കൺവീനർ PD ഗഗാറിൻ, KL അശോകൻ, T അനിയപ്പൻ, അഡ്വക്കേറ്റ് PS ജ്യോതിഷ്, ബിജുദാസ്, വിനോദ് JP, രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്തെ KSRTC ബസ്സുകളെല്ലാം 2 മാസത്തിനുള്ളിൽ ഡിജിറ്റൽ പണമിടപാട് സംവിധാനത്തിലേക്ക് മാറും. ചില്ലറയും നോട്ടുമില്ലാതെ ഇനി ധൈര്യമായി KSRTC ബസ്സിൽ യാത്ര ചെയ്യാം. ടിക്കറ്റിനായി ചില്ലറ തിരയേണ്ട, ചില്ലറ തന്നില്ല എന്ന് വെച്ച് കണ്ടക്ടറുമായി വഴക്കും കൂടേണ്ട. എല്ലാ KSRTC ബസ്സുകളിലും ഡിജിറ്റൽ സംവിധാനം ഒരുക്കുവാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. സംസ്ഥാന KSRTC ബസ്സുകളിലെല്ലാം 2 മാസത്തിനുള്ളിലാണ് ഡിജിറ്റൽ പണമിടപാട് സംവിധാനം ഒരുക്കുന്നത്. ചില്ലറയും കറൻസിയും നോട്ടുമില്ലാതെ ബസ്സിൽ ഇനി ധൈര്യമായി ജനങ്ങൾക്ക് യാത്ര ചെയ്യാം. GPayയും പേടിഎമ്മും ക്രെഡിറ്റ് കാർഡും എല്ലാം KSRTC ബസ്സുകളിൽ ഉപയോഗിക്കാനുള്ള സംവിധാനം വരുന്നു. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ 40 ഡിപ്പോകളിൽ ലൈവ് ടിക്കറ്റിംഗ് സാധ്യമാകുന്ന പുതിയ ടിക്കറ്റ് മെഷീൻ വിതരണം ചെയ്തു കഴിഞ്ഞു. 2 മാസത്തിനുള്ളിൽ സംസ്ഥാനത്തെ മുഴുവൻ ഡിപ്പോകളിലേക്കും പുതിയ ടിക്കറ്റ് മെഷീനുകൾ എത്തും. ചലോ എന്ന കമ്പനിയുടെ ടിക്കറ്റ് മെഷീനും അനുബന്ധ ഓൺലൈൻ സംവിധാനമാണ് കോർപ്പറേഷൻ വാടകയ്ക്കെടുക്കുന്നത്. ഒരു ടിക്കറ്റിന് നികുതി ഉൾപ്പെടെ 16 രൂപ 16 പൈസ വാടക നൽകണം. ടിക്കറ്റ് മെഷീനുകൾ, ഓൺലൈൻ പണമിടപാട് ഗോട്വോ സെർവറുകൾ, ഇൻ്റർനെറ്റ് സൗകര്യം, ഡിപ്പോകളിലെ കമ്പ്യൂട്ടറുകൾ, ബസ്സിലെ GPS സംവിധാനം, കൺട്രോൾ റൂമുകൾ എന്നിവയെല്ലാം കമ്പനി നൽകണം. മെഷീനുകളുടെയും ഓൺലൈൻ സംവിധാനത്തിൻ്റെയും പരിപാലനവും കരാർ കമ്പനിയുടെ ചുമതലയാണ്. വർഷം 10.95 കോടി രൂപയുടെ പ്രതിഫലം നൽകേണ്ടി വരും. ഇതിൻ്റെ പകുതി വിലയ്ക്ക് സ്വന്തമായി ടിക്കറ്റ് മെഷീനുകൾ വാങ്ങാൻ കഴിയുമെങ്കിലും ഓൺലൈൻ സംവിധാനവും സാങ്കേതിക സംവിധാനവും കണക്കിലെടുക്കുമ്പോൾ വാടക ഇടപാട് ലാഭകരമാണെന്നാണ് നിഗമനം. കേരളിൻ്റെ സഹകരണത്തോടെ നടത്തിയ ആഗോള ടെൻഡറിലാണ് കമ്പനിയെ തിരഞ്ഞെടുത്തത്. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡുകൾ ഉപയോഗിച്ചും പുതിയ മെഷീനുകളിൽ പണമിടപാട് സാധ്യമാണ്. ബസ്സിൽ വിതരണം ചെയ്യുന്ന ടിക്കറ്റിൻ്റെ വിവരങ്ങൾ അപ്പോൾ ഓൺലൈൻ കേന്ദ്രീകൃത സംവിധാനത്തിലേക്ക് എത്തും. റിസർവേഷനില്ലാതെ ബസ്സുകളിൽ പോലും എത്ര സീറ്റ് ഒഴിവുണ്ടെന്നും ഓരോ സ്ഥലത്തു നിന്നും എത്ര ടിക്കറ്റുകൾ നൽകുന്നുവെന്നും കൺട്രോൾ റൂമിൽ അറിയാനാകും. തിരക്കുള്ളതും കുറഞ്ഞതുമായ പാതകൾ കണ്ടെത്തി ബസ്സുകൾ വിന്യസിക്കാനാവും. ചലോ മൊബൈൽ ആപ്പിൽ ഓരോ ബസ്സുകളുടെയും യാത്രാവിവരം തത്സമയം അറിയാം. സ്റ്റേഷനിൽ നിൽക്കുന്ന യാത്രക്കാർക്ക് ആ റൂട്ടിലെ അടുത്ത ബസ് എപ്പോൾ എത്തുമെന്നും വിവരം മൊബൈൽ ഫോണിൽ ലഭ്യമാകും. കേരള NGO യൂണിയൻ്റെ നേതൃത്വത്തിൽ K-സ്മാർട്ട് പരിശീലനം സംഘടിപ്പിച്ചു. മെയ് 25, 26, 27 തീയതികളിലായി നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൻ്റെ അനുബന്ധ പരിപാടിയായിട്ടാണ് ജീവനക്കാർക്ക് പരിശീലനം സംഘടിപ്പിച്ചത്. NGO യൂണിയൻ K-സ്മാർട്ട് പരിശീലനം നടത്തി. 2025 മെയ് 25, 26, 27 തീയതികളിലായി ആലപ്പുഴയിൽ നടക്കുന്ന 62ാം സംസ്ഥാന സമ്മേളനത്തിന് അനുബന്ധ പരിപാടിയായി കേരള NGO യൂണിയൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ജീവനക്കാർക്കായി K-സ്മാർട്ട് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയിൽ സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ജീവനക്കാർ പങ്കെടുത്തു. കായംകുളം മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. നിരവധിയായിട്ടുള്ള സേവനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നൽകേണ്ടത് വരുമ്പോൾ പലപ്പോഴും പഞ്ചായത്തുകളിലെ ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും ക്ഷീണിതരാകാറ്. കാരണം നിരവധി കൂമ്പാരങ്ങളാണ്, ഫയലിൻ്റെ കൂമ്പാരങ്ങൾ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് 2000-2005 കാലഘട്ടത്തിൽ ഞാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുന്നത് എഴുതിയാണ്. ഇന്നത്തെ പോലെയല്ല. ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ആമുഖം എഴുതുമ്പോൾ ആ പ്രോജക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ആമുഖം തന്നെ എഴുതി തയ്യാറാക്കുന്ന പ്രോജക്റ്റുകളായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. നമ്മുടെ സർവീസിനെ ഏറ്റവും ഗുണപരമായ രീതിയിൽ മാറ്റുന്നതിന്റെ ഭാഗമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളടക്കം ഫയലുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റമുണ്ടായിരുന്നു. IKMF ചീഫ് മിഷൻ കോർഡിനേറ്ററും KFON MD-യുമായ ഡോക്ടർ സന്തോഷ് ബാബു IAS മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MV ശശിധരൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ KR ഭഗീരഥൻ, ജനറൽ കൺവീനർ B സന്തോഷ്, ജില്ലാ സെക്രട്ടറി C സിലീഷ്, പ്രസിഡന്റ് L മായ, PC ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സെക്രട്ടറി P സുരേഷ് സ്വാഗതവും സംസ്ഥാന കമ്മിറ്റി അംഗം P സജിത്ത് നന്ദിയും രേഖപ്പെടുത്തി. ടൈം ന്യൂസ്, കായംകുളം. ആര്യാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ കലാജാഥ സംഘടിപ്പിച്ചു. വിവിധ ഗ്രാമപഞ്ചായത്തുകളിലൂടെ സഞ്ചരിച്ച കലാജാഥ മുഹമ്മയിൽ സമാപിച്ചു. പ്രവൃത്തി ചെയ്യുമ്പോൾ അത് കരുതലോടെ ചെയ്യണം.
തലച്ചോറും അവിടെ നിന്നുള്ള സിഗ്നലുകളും ഒരു പ്രത്യേക അനുപാതത്തിൽ പ്രവർത്തിച്ചാൽ നമ്മുടെ ഏത് കർമ്മവും ഫലം കാണും. തീർച്ച. ഇനി നിങ്ങൾക്ക് പാടണം. ആര്യാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ കലാജാഥ സംഘടിപ്പിച്ചു. വിവിധ ഗ്രാമപഞ്ചായത്തുകളിലൂടെ സഞ്ചരിച്ച കലാജാഥ മുഹമ്മയിൽ സമാപിച്ചു. ആര്യാട് മാരരുക്കുളം തെക്ക, മണ്ണഞ്ചേരി, മുഹമ്മ പഞ്ചായത്തുകളുടെ വിവിധ ഭാഗങ്ങളിലൂടെ കലാജാഥ സഞ്ചരിച്ചു. ലഹരി വിപത്തിന്റെ നേർക്കാഴ്ചയൊരുക്കിയ മുഹമ്മയിലാണ് കലാജാഥ സമാപിച്ചത്. രാസലഹരിയുടെ നീരാളിപ്പിടുത്തം അതീവ ഗൗരവത്തോടെ കാണണമെന്ന സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹീന്ദ്രൻ പറഞ്ഞു. മാരാരിക്കുളം സൗത്ത് പഞ്ചായത്തിൽ മിനിഞ്ഞാന്ന് യാത്ര നടക്കുമ്പോൾ ഞങ്ങള് അവിടെ ലെപ്രസി മനുഷ്യൻ പ്രസംഗിച്ചു. ഇവിടെ ഉണ്ട് ഈ തൊട്ട് പടിഞ്ഞാറ് വശത്ത് തന്നെ വലിയ ബിസിനസ് നടക്കുന്ന സ്ഥലങ്ങളുണ്ട് ഈ റിസോർട്ടിൽ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ കേട്ടിരിക്കുന്നവരായിരിക്കും ഇത് വെറുതെ ആണെന്നാണ്. അങ്ങനൊരു സംഭവമില്ല, നമ്മൾ കാണുന്നില്ല. പക്ഷെ ആ റിസോർട്ട് കേന്ദ്രീകരിച്ച് കണ്ണൂർ എന്നുള്ള ക്രിസ്റ്റീന എന്ന് പറയുന്ന 43 വയസ്സുള്ള സ്ത്രീ മണ്ണഞ്ചേരി പഞ്ചായത്തിലെ 26 വയസ്സുള്ള ഡ്രൈവറിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹൈബ്രിഡ് കഞ്ചാവാണ്, 2 കോടി രൂപയുടെ കഞ്ചാവാണ് അവിടുന്ന് പിടിച്ചത്. നമ്മുടെ പടിഞ്ഞാപ്പുറത്ത് പിടിച്ചതാണ്. അപ്പൊ ഇത് വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്, ചെറിയ കാര്യമല്ല. വലിയ മാന്യമായിട്ടാണ് വരവ്. ഇവരുടെ ഈ വിൽപ്പനക്കാർ വരുന്നത് എങ്ങനെ? വലിയ നിലയിലുള്ള റിസോർട്ടിലൂടെ വന്നിറങ്ങുന്നു, അല്ലെ ഹോം സ്റ്റേ എടുക്കുന്നു, അവിടെ വന്ന് താമസിക്കുന്നു. സിനിമ മേഖലയിലുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ വരുന്നു. അപ്പോൾ ഇത് വിശ്വാസത്തിന്റെ കാര്യത്തിലും തർക്കമൊന്നുമില്ല. ആ തരത്തിലാണ് ഇവർ വരുന്നത്. വളരെ വിശദമായി എക്സൈസ് ഉദ്യോഗസ്ഥരും പോലീസുകാരും നടത്തിയ പരിശോധനയുടെ അന്ത്യത്തിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയ പെരുമാറ്റമാണ്. കഴിഞ്ഞ ദിവസം 2 കോടി രൂപയുടെ കഞ്ചാവ് പിടികൂടിയത് നടുക്കമുണർത്തുന്നതാണ്. മുഹമ്മ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇന്ദിരാ തിലകൻ, മുഹമ്മ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NT റജി, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഷിബു KM, മുഹമ്മ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ CD വിശ്വനാഥൻ, PA നസീമ, M ചന്ദ്ര, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MS ലത, സിന്ധു രാജീവ്, സുയമോൾ, പഞ്ചായത്ത് അംഗങ്ങളായ ഷെജിമോൾ സജീവ്, കുഞ്ഞുമോൾ ഷാനവാസ്, നിഷ പ്രദീപ്, വിനോമ രാജു, ഹെൽത്ത് സൂപ്പർവൈസർ സനൽ, ഇൻസ്പെക്ടർ വിഷ്ണു, പ്രകാശ് ബാബു, ശരവണൻ, KD അനിൽകുമാർ, സന്തോഷ് ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ആലപ്പുഴ. ചരിത്രപ്രസിദ്ധമായ ചേർത്തല കാർത്യായനി ദേവീക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ തുടക്കം. വെള്ളിയാഴ്ച രാത്രി നടന്ന കൊടിയേറ്റ് ചടങ്ങിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഏപ്രിൽ 10-നാണ് പ്രസിദ്ധമായ ചേർത്തല പൂരം. കൊടിയേറ്റ് ദിവസമായ വെള്ളിയാഴ്ച രാവിലെ 8:30 മുതൽ നാരായണീയ പാരായണം, 11:30 തിരുവാതിരകളി, വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷമായിരുന്നു കൊടിയേറ്റ്. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ഹരിനാരായണൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലായിരുന്നു കൊടിയേറ്റ് ചടങ്ങ് നടന്നത്. ആയിരക്കണക്കിന് ഭക്തജനങ്ങളും സന്നിഹിതരായിരുന്നു. തുടർന്ന് കാളികുളത്തിലേക്ക് ആറാട്ട് പുറപ്പാട്. ദിവസേന രാവിലെ 6:30 വൈകുന്നേരം 7:30 ആറാട്ട് പുറപ്പാട്, പകൽ 12:30 പ്രസാദമുട്ട്, വൈകുന്നേരം 5 കാഴ്ച ശ്രീബലി എന്നിവയും നടക്കും. വടക്ക് ചേരുവാരം ആയില്യം ഉത്സവം ഏപ്രിൽ 8 തെക്ക് ചേരുവാരം മകം ഉത്സവം ഏപ്രിൽ 9 നടക്കും. ഏപ്രിൽ 10 വടക്ക് ചേരുവാരത്തിൻ്റെ പ്രസിദ്ധമായ ചേർത്തല പൂരം. വൈകുന്നേരം 3:30 തിരുമല ക്ഷേത്രത്തിന് സമീപത്തെ കുടുംബി സേവാ സംഘം ക്ഷേത്ര സന്നിധിയിൽ നിന്നും പൂരം വേലതുള്ളൽ തുടങ്ങും. രാത്രി 7 പൂരം വേലവരവ്, അന്നം കുമ്പിടിക്കൽ. രാത്രി 8 പിന്നണി ഗായിക അഭിരാമി അജയിൻ്റെ ദേവസംഗീതം. തുടർന്ന് പള്ളിവേട്ട. പുലർച്ചെ 4 ചൂട്ടുപടയണി, പൂരം കൈമാറൽ. ഉത്രം ആറാട്ടോടെ ഏപ്രിൽ 11 സമാപിക്കും. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് G അജികുമാർ, വൈസ് പ്രസിഡന്റ് D സൽജി, സെക്രട്ടറി EK സിനിൽകുമാർ, ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ മന ഹരിനാരായണൻ നമ്പൂതിരി, സബ് ഗ്രൂപ്പ് ഓഫീസർ ലേഖ R പണിക്കർ, ഉത്സവ കമ്മിറ്റി രക്ഷാധികാരി M മോഹനൻ നായർ, ജനറൽ കൺവീനർ V പ്രസന്നൻ, കൺവീനർ അരുൺ K പണിക്കർ, വടക്ക് ചേരുവാര കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രേംകുമാർ, സെക്രട്ടറി മുരുകൻ, തെക്ക് ചേരുവാര കമ്മിറ്റി പ്രസിഡന്റ് ഹരികൃഷ്ണൻ, സെക്രട്ടറി K ദേവരാജൻ പിള്ള തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല കാർത്യായനി ദേവീക്ഷേത്രത്തിൻ്റെ പള്ളിക്കുളം നവീകരിച്ച് നാടിന് സമർപ്പിച്ചു. ചേർത്തല MLA കൂടിയായ കൃഷിമന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. P പ്രസാദ് അനുവദിച്ച 1,07,00,000 രൂപ ഉപയോഗിച്ചാണ് പള്ളിക്കുളം നവീകരിച്ചത്. പരമ്പരാഗത ജലസ്രോതസ്സുകളുടെ പുനരുജ്ജീവന പദ്ധതി പ്രകാരമാണ് പള്ളിക്കുളം നവീകരിച്ചത്.
മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായി എല്ലാവരും അന്ന് ഇവിടെ നിർബന്ധിച്ചതിൻ്റെ ആറാട്ടിൻ്റെ പരിപാടി കാണാൻ ഇവിടെ എത്തി നിൽക്കുമ്പോഴാണ് ആറാട്ടിനേക്കാൾ ഏറ്റവും കൂടുതലായി മനസ്സിൽ വന്നത് കണ്ടത് ഇതിൻ്റെ ശോച്യാവസ്ഥ തന്നെയാണ്. ശോച്യാവസ്ഥ എന്ന് പറഞ്ഞാൽ മാത്രം ആ വാക്കുകൊണ്ട് അടയാളപ്പെടുത്താൻ കഴിയുന്നതല്ല. ശോചനീയം എന്നൊരു വാക്കുകൊണ്ട് മാത്രം പറഞ്ഞാൽ മതിയാവുകയില്ലായിരുന്നു. ഏതാണ്ട് നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഇതിനെ ചേർത്തല മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും വലിയ കുപ്പത്തൊട്ടിയാക്കി മാറ്റി എന്നായിരുന്നു എൻ്റെ സത്യസന്ധമായ യാഥാർത്ഥ്യം. എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ചെല്ലാം നോക്കി ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി. നേരത്തെ പറഞ്ഞതുപോലെ കൃഷി വകുപ്പ് കൂടാതെ തന്നെ ഒരു വകുപ്പ് എനിക്കുള്ളത് മണ്ണ് സംരക്ഷണ മണ്ണ് പരിവേഷണ വകുപ്പാണ്. ആ വകുപ്പുമായി ബന്ധപ്പെട്ട ഉള്ള തുക ഉപയോഗിച്ച് ഇത് ചെയ്യാൻ കഴിയുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. അങ്ങനെയാണ് 1,17,00,000 രൂപ നമുക്കിതിന് വേണ്ടിയിട്ട് നിശ്ചയിക്കുന്ന തരത്തിലേക്ക് എത്തിയത്. അതിനകത്ത് ഇപ്പോൾ 1,07,00,000 രൂപ മുടക്കിയാണ് നമ്മൾ ഈ പ്രവർത്തികൾ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. കുറച്ചുകൂടി അതിനകത്ത് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഞാനതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും കടക്കുന്നില്ല. അത് ചെയ്യുന്നതിനകത്ത് താല്പര്യമില്ലാതെ വന്നു എന്നുള്ളത് കൊണ്ടാണ് അത് നടക്കാതെ പോയത്. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മണ്ണ് സംരക്ഷണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ BM അശോക് കുമാർ പദ്ധതി വിശദീകരിച്ചു. അഡീഷണൽ ഡയറക്ടർ D ആനന്ദബോസ് സ്വാഗതം പറഞ്ഞു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ TS അജയകുമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ശോഭ ജോഷി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS സാബു, വാർഡ് കൗൺസിലർമാരായ രാജശ്രീ ജ്യോതിഷ്, A അജി, വിവിധ രാഷ്ട്രീയ നേതാക്കളായ B വിനോദ്, MC സിദ്ധാർത്ഥൻ, ME രാമേന്ദ്രൻ നായർ, NB ബദറുദ്ദീൻ, സിറിയക് കാവിൽ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് A അജികുമാർ, സെക്രട്ടറി സിനിൽ കുമാർ, വൈസ് പ്രസിഡന്റ് D സൽജി എന്നിവർ സംസാരിച്ചു. ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസർ S മഞ്ജു നന്ദി പറഞ്ഞു. കാർത്യായനി ദേവി ക്ഷേത്രത്തിന്റെ തെക്കേ തെരുവിലുള്ള പള്ളിക്കുളം കല്ലുകെട്ടി സംരക്ഷിക്കണമെന്നത് ഭക്തജനങ്ങളുടെ ദീർഘനാളത്തെ ആവശ്യമായിരുന്നു. ഉത്സവത്തിന് ആറാട്ട് നടക്കുന്ന പ്രധാനപ്പെട്ട കുളം നാശോന്മുഖമായി ഒരു കാലത്ത് സാമൂഹ്യ വിരുദ്ധരുടെ വിഹാര കേന്ദ്രമായ പള്ളിക്കുളം സംരക്ഷിക്കാൻ നടപടി വേണമെന്ന നിരന്തരം ആവശ്യം ഉയർന്നിരുന്നു. പി പ്രസാദ് MLA അനുവദിച്ച 1,07,00,000 രൂപ വിനിയോഗിച്ചാണ് കുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. കുളത്തിന്റെ 4 വശവും ചുറ്റുമതിൽ കെട്ടി ഭംഗിയാക്കി. ആറാട്ട് കടവും കൽപ്പടവുകൾ കെട്ടി മനോഹരമാക്കി. കുളത്തിനു ചുറ്റും നടപ്പാതയും ഇരിപ്പിടങ്ങളും ഒരുക്കണമെന്ന ആവശ്യവും പരിഗണിക്കുന്നുണ്ട്. ചേർത്തലയുടെ സംസ്കാരവും ചരിത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാർത്യായനി ദേവീക്ഷേത്രത്തിന്റെ പള്ളിക്കുളം നവീകരിച്ച് മനോഹരമാക്കിയപ്പോൾ സഫലമാവുന്നത് ഭക്തജനങ്ങളുടെ ഏറെ നാളത്തെ ആഗ്രഹം. ടൈം ന്യൂസ്, ചേർത്തല. മുഹമ്മദ് ചാരമംഗലം ശ്രീകുമാരപുരം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് ഉത്സവത്തിന് കൊടികയറി. ജയ തുളസീധരൻ തന്ത്രികൾ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഏപ്രിൽ 10 സമാപിക്കും. മുഹമ്മദ് ചാരമംഗലം കുമാരപുരം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിന് കൊടിയേറി. ഏപ്രിൽ 10 സമാപിക്കും. ജയ തുളസീധരൻ തന്ത്രികൾ മുഖ്യ ആർമുഖത്വം വഹിച്ചു. കരിമറ്റത്തിൽ മഹിളാമണി ആദ്യ വിഭവ സമർപ്പണം നടത്തി. ശനിയാഴ്ച രാവിലെ 9:30 കൂട്ടം മൃത്യുഞ്ജയ ഹോമം, 7:30 നൃത്തനൃത്യങ്ങൾ, 6 രാവിലെ 8 നാരായണീയ പാരായണം, 7:30 നൃത്തം, 7 വൈകിട്ട് 7:30 അഷ്ടനാഗബലി, 8 ഫ്യൂഷൻ തിരുവാതിര, 8 വൈകിട്ട് 6 ഒറ്റത്താലം, 6:30 നെയ്വിളക്ക്, 7:30 നൃത്തം, 9 വൈകിട്ട് 3:30 കാവടി വരവ്, സോപാന സംഗീതം, 7:30 പൂമൂടൽ, 8 കഥാപ്രസംഗം, 10 വൈകിട്ട് 6:30 ദീപക്കാഴ്ച, 7 കോമഡി ഷോ എന്നിവയും നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ചേർത്തലയിൽ വൻ മയക്കുമരുന്ന് വേട്ട. 100 ഗ്രാം MDMA-യുമായി ഓച്ചിറ സ്വദേശി സുഭാഷ് പിടിയിൽ. ബാംഗ്ലൂരിൽ നിന്ന് വന്ന ബസ്സിൽ നിന്നാണ് ലഹരി മരുന്ന് പിടിച്ചെടുത്തത്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. മാലിന്യമുക്ത നവകേരളം ആലപ്പുഴ ജില്ലയെ സമ്പൂർണ്ണ മാലിന്യ വിമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചു. തണ്ണീർമുക്കത്ത് മന്ത്രി പി പ്രസാദാണ് പ്രഖ്യാപനം നടത്തിയത്. SNDPയുടെ നേതൃസ്ഥാനത്ത് 3 പതിറ്റാണ്ട് ചരിത്രം സൃഷ്ടിച്ച വെള്ളാപ്പള്ളി നടേശനും സംസ്ഥാന രാഷ്ട്രീയത്തിൽ തുടർഭരണത്തിലൂടെ ചരിത്രം സൃഷ്ടിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർത്തലയിൽ സംഗമിക്കുന്നു. ചേർത്തല SNDP യൂണിയൻ ഏപ്രിൽ 11 അപൂർവമായ സംഗമം ഒരുക്കുന്നത്. സംസ്ഥാനത്തെ KSRTC ബസ്സുകളെല്ലാം 2 മാസത്തിനുള്ളിൽ ഡിജിറ്റൽ പണമിടപാടിലേക്ക് മാറും. ചില്ലറയും നോട്ടുമില്ലാതെ ഇനി KSRTC ബസ്സിൽ യാത്ര ചെയ്യാം.
ചേർത്തല കാർത്യായനി ദേവീക്ഷേത്രത്തിന്റെ പള്ളിക്കുളം നവീകരിച്ച് നാടിന് സമർപ്പിച്ചു. മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പി പ്രസാദ് അനുവദിച്ച 1,07,00,000 രൂപ വിനിയോഗിച്ചാണ് പള്ളിക്കുളം നവീകരിച്ചത്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.